ആലപ്പുഴ പുന്നപ്രയിൽ വീണ്ടും കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ. ഇന്നലെ രാത്രി പുന്നപ്ര തൂക്കുകുളത്താണ് മോഷ്ടാവിനെ കണ്ടത്. മുഖം മറച്ച് ശരീരം നിറയെ എണ്ണ തേച്ച മോഷ്ടാവിനെ പ്രദേശവാസിയായ യുവാവ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. തുടർച്ചയായ 4ാം ദിവസമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കൾ എത്തുന്നത്. മോഷണ പരമ്പരകൾക്ക് പിന്നിൽ കുറുവാ സംഘം തന്നെയാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിന് കഴുത്തിൽ വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാല് ചവിട്ടി ഇരുത്തുക ചെയ്തത്. ഞാൻ ഇരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകണം. ഇപ്പോൾ എന്തോ എടുക്കാൻ പോകണ പോലെ എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത്. ഞാൻ ഇടിച്ചപ്പോൾ അയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ഞാൻ അപ്പോഴാണ് അയാൾ തിരിഞ്ഞപ്പോൾ ഫേസ് ഞാൻ കണ്ടത്. കഴിഞ്ഞ രാത്രി തൂക്കുകുളത്ത് 2 പവന്റെ മാല നഷ്ടപ്പെട്ട മനോഹരന്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാറി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3ാം വാർഡിലാണ് ഇന്നലെ രാത്രി മോഷ്ടാവിനെ കണ്ടത്. ഓയിലായിരുന്നു, പിടിച്ചാൽ നമുക്ക് നിൽക്കുന്നില്ല. കയ്യിൽ നിന്ന് വഴുതി ഇപ്പോൾ കൊണ്ടുപോയി. മുഖം മറിച്ചിട്ടുണ്ട്. ഒരു പാൻറ് പോലെ, ഇത് ഇത്രയുള്ള ഒരു പാൻറ് പോലെ ഉണ്ട്. ആളെ മുഖം ഞാൻ നേരിട്ട് ആ മൂക്കിലിടിച്ച ഞാൻ ഇടിച്ച ഇടിയിലായിട്ട് മൂക്ക് മുറിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രികളിൽ ജനൽ വഴി വീടിനുള്ളിലേക്ക് ടോർച്ചടിച്ചതായും രാത്രികാലങ്ങളിൽ മതിൽ ചാടുന്ന ശബ്ദം കേട്ടതായും നാട്ടുകാർ. മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന ഗ്ലൗസും കണ്ടെത്തി. 2 ഗ്ലൗസും അവിടെ 2 സ്ഥലത്തായിട്ട് കിടക്കുന്നത് കണ്ടു. ഞങ്ങളവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഇന്നലെയൊന്നും ഇല്ലായിരുന്നു. കുറുവാ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജനലെ വന്ന് ടോർച്ചടിച്ച് കഥകെ കൊട്ടുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും പോലീസും യുവാക്കളും അടങ്ങിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് രാത്രികാല പരിശോധന തുടങ്ങി. ഇതിനിടെ മോഷ്ടാവെന്ന് നാട്ടുകാർ സംശയിച്ച തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മോഷണ സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു. മോഷണ പരമ്പരകളിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച 7 അംഗ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ.